നമ്മളെ തലത്ത് അടുപ്പിക്കാതിരിക്കുക. അല്ല ജാതിയല്ല, അങ്ങനെ പറഞ്ഞല്ല. 50 കഞ്ഞുകൊണ്ട് വേണം ഇപ്പോൾ കുടിക്കുമ്പോൾ. ഞാൻ പറഞ്ഞ കൊടുക്കാൻ പറ്റില്ല, നമുക്കതിനകത്ത് എന്തെങ്കിലും ആവാൻ പറ്റും. മ്യൂസിക് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് വേണമെന്ന് ചിന്തിക്കുന്നത്. അല്ല എൻ്റെ കഴിവ് തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ആളുണ്ട്. ഈ എഴുത്തിന് പൈസ അല്ല ഇപ്പോഴും ഇല്ല. പക്ഷെ അങ്ങോട്ട് നമ്മുടെ വളർച്ച കാണുമ്പോൾ പല ആൾക്കാരും ടൂൺ മോട്ടിക്കുന്നതാണ്. 200 ടൂണൊക്കെ എങ്ങനെ മോട്ടിക്കുന്നവരൊക്കെ. നെടില നയന സുധ ചടുല ഗമന കടു പടക തുടിത പടുഹാസിതയേ മലമുകളിൽ മലനടയിൽ പള്ളിപ്പാന മഹിഷാസുരമദനേ മായ മോഹനരൂപിണിയേ നീ മനതാരിൽ വന്നു വിളങ്ങുക മംഗളകാരിണിയേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. അപ്പം സിനിമയിൽ പാടി, സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ രചിച്ചു. അതുപോലെ തന്നെ പ്രശസ്തരായ നമ്മുടെ ഇപ്പം എം ജി ഏട്ടൻ്റെ കൂട്ട് ചിത്ര ചേച്ചിയുടെ ഒക്കെ കൂടെ അവർ അങ്ങനെ പ്രശസ്തരായ ആൾക്കാരെ കൊണ്ടൊക്കെ പാടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഇപ്പോഴും ആ ഉൾവലിഞ്ഞ ഒരു ഇൻട്രോവേർട്ടായിട്ട് ചിന്തിക്കുന്നത് എന്താണ്? അതിൻ്റെ പിന്നിൽ അതെന്താ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? അത് വളർന്നു വന്ന സാഹചര്യമാണ്. അപകർഷതാബോധം ആണ് എൻ്റെ എഴുത്തിൻ്റെ മെയിൻ. അപകർഷതാബോധം അങ്ങനെ തെളിച്ച് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഒരു സമൂഹത്തിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയിരുന്നു. നമ്മളെ പലർത്ത് അടുപ്പിക്കാതിരിക്കുക. അല്ല ജാതിയല്ല, അങ്ങനെ പറഞ്ഞല്ല. ജാതിയുടെ ഒന്നുമല്ല. അല്ല ഒരു സാധാരണക്കാരനെ എങ്ങനെ, അതിപ്പോൾ എല്ലാ ഫീൽഡിലും ഉള്ളു. സാധാരണക്കാരനെ വരുമ്പോഴേ അവനെ എങ്ങനെ ചെറുതാക്കാന്ന് അന്ന് ഇതുണ്ട്. ഒരിക്കൽ സൂര്യനാടെന്ന പേര് ഭവനാടിൻ്റെ കൂടെ വെച്ചിട്ട് വെട്ടിക്കളഞ്ഞ ആളാണ്. ഇന്ന് അതിൻ്റെ പിൻതലമുറ പറയുന്നത് സൂര്യനാടാണ് ഭവനാട് സൂര്യനാടിൻ്റെ സ്വന്തമാണെന്ന് പറയുന്നത്. അവർ വന്ന് വെക്കണമെന്ന് പറയുന്നത്. ബാബുചേട്ടാ, സോപാന സംഗീതജ്ഞനായ ചേട്ടന് ജീവിതത്തിൽ എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ജീവിതം എൻ്റെ ബാല്യകാലം എല്ലാം തിക്ത അനുഭവങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മഴ നനഞ്ഞവനെ മഴയെക്കുറിച്ച് പൂർണ്ണമായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. നമുക്ക് അല്ലാത്തവർക്കും വെളിയിൽ നിന്ന് കണ്ടുകൊണ്ടതിൻ്റെ ഭംഗി എഴുതാനേ പറ്റത്തുള്ളൂ. പക്ഷേ കുളിരെന്താണ്, പനി വരുമെന്നൊന്നും നനഞ്ഞവനെ അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഓലപ്പുരയിൽ രാത്രി കിടക്കുമ്പം പിന്നെ നമ്മുടെ കലമൊക്കെ എടുത്ത് വെച്ചിട്ട് വെള്ളം തെറിച്ച് വിദേഹത്ത് കഴിക്കാൻ വേണ്ടി കിടന്നുറങ്ങി കൊടുത്തിട്ടുള്ള ഞങ്ങൾ അങ്ങനെ വളർന്നു വന്ന. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ബുക്ക് നാമപുസ്തകം എഴുതുന്നത്. അമ്പലത്തേക്ക് 30 പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം എല്ലാവരും അവിടെയുള്ള എല്ലാവരും പറഞ്ഞു വേറെ കണ്ട അമ്പലത്തിൽ ബുക്ക് എടുത്ത് കോപ്പി അടിച്ച് പേര് മാറ്റി. ഈ 2000 പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഇപ്പോഴും പറയുന്നവരുണ്ട്. ടൂൺ മോട്ടിക്കുന്നതാണ്. 200 ടൂണൊക്കെ എങ്ങനെ മോട്ടിക്കുന്നവരൊക്കെ മോട്ടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ കുണ്ടനാച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് ആ പുസ്തകം എഴുതിയപ്പോൾ പ്രകാശനത്തിന് എൻ്റെ ഒരു നാട്ടുകാരൻ, അന്ന് ഈ വലിയ കലാകാരന്മാർ, രാഷ്ട്രീയക്കാർ, ഇവരൊക്കെയാണ് ഒക്കെ ശൂരനാടില്ല ഇന്നാൾ നമ്മൾ പറയത്തില്ലേ, അയ്യങ്കര മസൂദനൻ, അന്നടി പ്രസാദ്, അവിടുത്തെ മഹാന്മാർ സംഗീത, ഞങ്ങളുടെ ഗ്രാമത്തെ സംഗീത ഗ്രാമം എന്നറിയപ്പെടുന്നത്. അങ്ങനെ പട്ടം ഗവൺമെൻറ് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അന്ന് അവിടെ ഞങ്ങളുടെ നാട്ടിലെ ഒരു ആൾ, അവനെന്ത് യോഗ്യത ഉണ്ടെന്ന് അങ്ങനെ വെക്കാൻ. പക്ഷെ അത് ഒരു ബാബുനാരായണനെ വളർത്തു വരുന്നത്. ഇപ്പോഴും ഞാൻ കൊണ്ടുവരാം. അവർ ഇതെല്ലാം ഞാൻ എന്നെ വളർത്തു വരെല്ലാം കൂടെ. എന്നൊരു വാശിയുണ്ട് അങ്ങനെ എന്തെങ്കിലും എത്തിക്കണമെന്ന് ആ പേര്. പക്ഷെ അന്ന് ഞാൻ ഒരു പേര് മനസ്സിൽ കുറിച്ച് വെച്ചു. അവസാനം ഞാൻ എൻ്റെ പേര് ശൂരനാടെന്ന്, എൻ്റെ കവിതയ്ക്കെല്ലാം ഇപ്പോഴും ഞാൻ പേര് വെച്ചാൽ ശൂരനാടൻ എന്നാണ്, ബാബുനാരായണൻ എന്നല്ല. എൻ്റെ കവിതകൾ എല്ലാടി ശൂരനാടൻ്റെ കവിതകൾ എന്നാണ് അങ്ങനെ പേര്. അവിടെ അങ്ങനെ കാലം വരുമെന്ന് എനിക്ക് വന്നേ ഉറപ്പുണ്ടായിരുന്നു തിരിച്ച് പറയുമെന്നുള്ള കാര്യത്തിൽ. പിന്നെ ഞാൻ സംഗീതം പഠിക്കുന്ന കാര്യം പറഞ്ഞത് പാർത്ഥസാരഥിയുടെ അവിടുന്ന് ഞാൻ പിന്നെ ഇലഞ്ഞി സുശീല സാറിൻ്റെ അടുത്ത് മൃദംഗം പഠിക്കാൻ പോയി. മൃദംഗം ഘടം കച്ചേരിക്ക് വായിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സത്യൻ്റെ അടുത്താണ് പിന്നെ പ്രാക്ടീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഞങ്ങളുടെ അവിടുത്തെ വലിയൊരു അമ്പലത്തിൽ ആദ്യമായിട്ട് നവരാത്രി സംഗീത സസ്യ രാപ്പകല 3 ദിവസമായിരുന്നു. അപ്പോൾ വായിക്കാൻ മൃദംഗം ഘടമൊക്കെ വായിക്കാൻ ഞങ്ങൾ നാട്ടിലെ കലാകാരന്മാരാണ്. പാട്ടുകാർ വലിയ വലിയ പുറത്തു തെങ്കര മഹാദേവൻ അങ്ങനെയൊക്കെയുള്ള വലിയ മഹാന്മാരൊന്ന് പാടുന്നത്. വലിയ കേരളത്തിൽ എല്ലാവരും ഒന്ന് പാടും. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ണാൻ പോയിരുന്നു. അന്ന് ഈ ആദ്യത്തെ വർഷം കൊണ്ട് പരിപാടിക്ക് വരുന്നവർക്ക് ഊണും കാണാൻ വരുന്നവർ കഞ്ഞിയാണ്. ഞാൻ കൈ കെട്ടി വലിയ അന്ന് ലുക്കില്ല ഇന്ന് ലുക്കല്ല ഇവിടെ പോയിരുന്നു. ഒരു ചേട്ടൻ വന്നിട്ട് എന്തുവാ എഴുന്നിട്ട് 50 കഞ്ഞുകൊണ്ട് വേണം ഇപ്പോൾ കുടിക്കാൻ. അതും അവിടെയും അവർ ബാബുനാരായണൻ വീണ്ടും വളവിടുമായിരുന്നു. അതേ വേദിയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയൊരു പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്ത്. അങ്ങനെ വലിയ പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ ആശാൻ്റെ കാര്യം പറഞ്ഞില്ല, നമ്മളായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഇപ്പോഴും ഞാൻ പരീക്ഷണം എൻ്റെ വർക്കുകളെല്ലാം പരീക്ഷണം, എഴുത്തും പോലും പരീക്ഷണമാണ്. ഈ അങ്ങനെയാണ് നിടിലെന്നതിനൊക്കെ കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്നെ ഇത് എന്നെ ഒരു ടാസ്ക് ഏൽപ്പിച്ചതാണ്. അപ്പം ശൂരനാട് ഹരികുമാർ പറഞ്ഞു, ഇതേ ഉള്ളൂ തക്കിട്ട തക ഇതിനകത്ത് പാട്ട് എഴുതണം. പുള്ളി പദങ്ങളായിരിക്കും ഉദ്ദേശിച്ചത്, പക്ഷേ ഞാൻ പ്രാസമാക്കി. അതിപ്പോൾ അറിയപ്പെടുന്നത് സോപാന താണ്ഡവം എന്ന് അറിയപ്പെടുന്നത്.
ഒരക്ഷരം തെറ്റിപ്പോയാൽ ചീട്ടുകൊട്ടാരം പോലെ പൊടിഞ്ഞു വീഴുന്നു പോകണം പാട്ട്. ഒരക്ഷരം ചുമ്മാ മറന്നു മതി, പടാന്ന് ആ പാട്ട് നശിച്ചു. പാട്ടിങ്ങനെ നെടില നയന സുത ചടുല ഗമന കടു പടക തുടിത പടുഹാസിതയേ കഠിന ഹൃദയ നെടു ചുടല നടന ചുടു രുതിര ഭുജിത പരിപാലയമാം. നെടില നയന സുത ചടുല ഗമന കടു പടക തുടിത പടുഹാസിതയേ കഠിന ഹൃദയ നെടു ചുടല നടന ചുടു രുതിര ഭുജിത പരിപാലയമാം. നിടിയ ജടയുമുടുകലയുമിടയുമിട മണിയും അടിയും അടിമുടി പണിയാം ജഡുതി വരത പടത കുടില രസ അടയ ഉടയ പരിപാ. ഇങ്ങനെ സ്ഥലം കേട്ടോ. ജ്വലന നയന കന കടന കമന തനു തനിമ തതനു നമ തനരഹിതേ ശമന ശമന ശിവ തനയ ഭുവന ജന ദുരിത ശമന പരിപാലയമാ. ഒരക്ഷരം തെറ്റിയാൽ ചീട്ട് ആ പാട്ട് പൊളിഞ്ഞു പോകും. ഓർക്കാൻ പോലും സമയമില്ല. ഒരക്ഷരം ഓർത്ത് ശ്രദ്ധിച്ച് പാടിയില്ലെങ്കിൽ പണി കിട്ടുന്ന പാട്ടാണ്. സോമാരക്കാരി പാടത്തില്ല, എല്ലാവർക്കും പേടിയത് പാടാൻ. ഞങ്ങൾ അപൂർവം രണ്ടോ മൂന്നോ പേരാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ പോലും ഇപ്പം നവീനൊക്കെ ടാസ്ക് എടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് ഞങ്ങൾ പാടുമെന്ന് പറഞ്ഞാൽ പോയി. ഇപ്പോൾ ഒരു 3-4 പേർക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവാം, കുറേ ചെയ്യണമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കും. എന്താ അറിയത്തില്ല. ബാബുചേട്ടാ, കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഭാര്യ, മക്കള്, കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ. ഭാര്യ ബിന്ദു, വീട്ടു ജോലി. മൂത്ത മകൾ അനഘ +1 പഠിക്കുന്നു. പിന്നെ ഇളയ മകൾ അനുജ 7 പഠിക്കുന്നു. രണ്ടുപേരും മൂത്താൾ എഴുതും, അത്യാവശ്യം എഴുതും. പക്ഷേ എന്നിട്ട് മേഖലോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഇളയാൾ പാടും. ഇളയ കലോത്സവങ്ങളൊക്കെ പ്രൈസ് മേടിക്കാറുണ്ട്. ഇപ്പം UP ആയതുകൊണ്ട് സബ് ജില്ല വരെ ഉള്ളല്ലോ. അപ്പോൾ അതിനൊക്കെ ഗ്രൂപ്പ് സോങ്ങൊക്കെ ഫസ്റ്റ് വർഷങ്ങളായിട്ട്. മൂത്ത മകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അല്ല, ഞാൻ എഴുതുന്ന കവിതകൾക്ക് മറുപടി എഴുതി വെക്കാറുണ്ട്. എന്നെ ആര് കവിത എഴുതാൻ അപ്പുറത്ത് അതിന് മറുപടിയായിട്ട് വേറെ കവിതകൾ എഴുതി. അച്ഛൻ നാരായണൻ, അമ്മ മീനാക്ഷി, 4 അനുജന്മാർ, ഇവരെല്ലാം ഉള്ള സപ്പോർട്ടാണ്. പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു കലാരംഗത്ത് പിടിച്ചിരിക്കുന്നത്. ചാരുമൂട് ശ്രീ പാർത്ഥസാരഥിയിലെ പഠനത്തിന് ശേഷം ചേട്ടന് ഈ സോപാന സംഗീതത്തിലേക്ക് എത്തപ്പെടാനുള്ള ആ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? പഠനത്തിന് ശേഷം ഞാൻ പറഞ്ഞില്ല, എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെ ITCക്ക് പോയി. ഇലക്ട്രോണിക്സാണ്, അമൃതയിലാണ് പഠിച്ചത്. അവിടെ ചെന്ന് അന്ന് ഫീസ് കൊടുക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരാഴ്ച 2 ദിവസം ലീവ് എടുക്കും. എന്നിട്ട് പെയിൻറ്റിങ്ങിന് പോകും. അങ്ങനെ അത് പൊക്കോണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ വർഷത്തെ കലോത്സവം വന്ന്, അമൃതയിലെ കലോത്സവം. ചുമ്മാതെ പോലെ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് വെക്കും, മൃദംഗം, തിരുവനന്തപുരത്ത് എല്ലാത്തിനും ഫസ്റ്റ്. സബ് ജില്ലയിൽ പോയില്ല ഫസ്റ്റ്. ജില്ലയിൽ പോയി ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, മൃദംഗം ഫസ്റ്റ്. സ്റ്റേറ്റിൽ പോയി ലളിതഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിന് സെക്കൻഡ്. ജില്ല കലാപ്രതിഭയായിരുന്നു. ജില്ല നമുക്ക് ഇത് എന്തോ പറയത്തില്ലേ, തോറ്റവനെ അത് തോൽപ്പിക്കുന്ന രീതിയിലാണ്. ഞാൻ തന്നെ ഒരു കവിതയ്ക്ക് അങ്ങനെ ആയിരുന്നു എഴുതിയിട്ട് പ്രസിദ്ധ കവി ശൂരനാട് ബാബുനാഥൻ എഴുതിയ കവിത ഞാൻ എൻ്റെ കവിത ഒന്ന് പാടുന്ന കൊടുത്തിട്ടുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ എന്നെ അവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ച അതായത് ഫുഡും എല്ലാം എൻ്റെ കസ്തൂരിയമ്മ അമൃതൻ്റെ ചേട്ടത്തി അത് നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. പിന്നെ അവിടുത്തെ സ്റ്റാറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും എന്ന് വഴിമുട്ടിക്കുമ്പോഴാണ് പിന്നെ അടുത്ത പണി പെയിൻറ്റിങ് എന്ന ആളാണ്. അന്ന് അത്യാവശ്യം ഒരു സമൂഹത്തിൽ വിലയുള്ള ജോലി തന്നെ പെയിൻറ്റിങ്, അല്ലാതെ നമ്മളാരും കൂട്ടത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെ പെയിൻറ്റിങ്ങിന് പോയി. ഇപ്പോൾ കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഗുരുനാഥൻ്റെ വീട്ടിൽ പെയിൻറ്റിങ് എന്താ കിടന്ന് വിശേഷം നടക്കുന്നത്. ഞങ്ങൾ എൻ്റെ കൂട്ടുകാരുണ്ട് പ്രദീപ് എന്ന് പറഞ്ഞിട്ട്, പുള്ളിയെ സാധ്യത പാടുന്ന ആളെന്ന്. ഇപ്പം ഞങ്ങൾ പാട്ട് പഠിക്കുന്നുണ്ട്, പെയിൻ്റ് അടിക്കുന്ന എടുത്തുണ്ട്. ആശാനെന്ന് ശൂരനാട് ശിവശങ്കരൻ പറഞ്ഞല്ലോ, ശൂരനാട് ശിവശങ്കരൻ പണിക്കർ വെട്ടിക്കോട്ട് അമ്പലത്തിലെ ജോലിക്കാരനായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവിടുത്തെ പാട്ട് പാടാം. പുള്ളി ചോദിച്ചു, ബാബു ഈ പാട്ടൊക്കെ പഠിച്ചുകൂടെ, സോപാന പഠിച്ച അങ്ങോട്ടൊരു പരിപാടിക്ക് വന്നൂടെ? ഞാൻ പിന്നെന്താ ആശാനെ നോക്കാമെന്ന് പറഞ്ഞു. അവിടെ സാധകം തുടങ്ങി. വെളുപ്പിനെ പോകുന്നു, ചെണ്ട സാധകം ചെയ്യുന്നു, ഇടയ്ക്ക് സാധകം ചെയ്യുന്നു, പാട്ട് പഠിക്കുന്നു. അങ്ങനെ ഒരു ലെവലായപ്പം ആശാൻ എന്നോട് ചോദിച്ചു, ബാബു നല്ല വേലഞ്ചിറ കോലെടുത്ത് ഒരു അമ്പലമുണ്ട്, അവരിങ്ങനെ നിൽക്കാവുന്ന ഒരു പാട്ടുകാരനെ വേണം അവർക്ക്, ബാബു നിൽക്കാമെന്ന് ചോദിച്ചു. അന്നേരത്തെ ആവശ്യത്തിൽ ചാടി അങ്ങ് വേണം നിൽക്കാമെന്ന് പറഞ്ഞ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ അപകർഷതാബോധം, നമുക്കതിനകത്ത് എന്തെങ്കിലും ആവാൻ പറ്റുമോ, നമ്മളെ മറ്റുള്ള ഒഴിവാക്കുമോ എന്നൊക്കെ ഒരു സാധനം എന്നെ അലട്ടി. അങ്ങനെ അവിടെ നിന്ന് ഒടിച്ചോടിയാണ്. അങ്ങനെ ആശാൻ ഈ ഡേറ്റ് എടുത്തോണ്ടിരുന്നു, ഇത്രാം തീയതി തല ഒരു ദിവസം വന്നിട്ട് പറഞ്ഞത്, ബാബു നാളെയാണേ പോകേണ്ടത്. എനിക്ക് ആദ്യമായി, ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല സംഭവം. പിറ്റേന്ന് ആശാൻ 2 മണിക്ക് വരാമെന്ന് പറയാം. അന്നേരം ഞാൻ അവിടെ നിന്ന് മുങ്ങി എൻ്റെ കൂട്ടാൻ്റെ വീട്ടിൽ പോയിരുന്നത്. ഞാൻ അവിടെ എല്ലാം നടന്നിട്ട് ഇറങ്ങി അവിടെ വന്നപ്പം ആശാന് എന്തു ആശാൻ ഇപ്പം അഹങ്കാരം എടുക്കലെന്ന് പറയാറ്. അഹങ്കാരം എടുക്കൽ ഇങ്ങനെ ഒരു കാര്യം. ഇപ്പം ഞാടെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ആശാൻ എന്നോടൊന്ന് ചോദിച്ചു, എന്താ ബാബു? ഞാൻ പറഞ്ഞ കൊടുക്കാൻ മുണ്ടില്ല. ആശാൻ ഒരു വട്ടം മുണ്ട് കേട്ടോ അല്ലേ എന്നെ കൊണ്ട് ആക്കിയത്. അങ്ങനെ ശൂരനാട് ശിവശങ്കര പണിക്കരാണ് ബാബു നാരായണനെ ബാബുനാരായണക്ക്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
ഇപ്പോൾ ഒരു മുരുകൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ഹിന്ദി സിനിമ ഒരു പാട്ട് ചെയ്ത് ബാക്കി 3 ചെയ്യാനുണ്ട്. ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞു, പാടിച്ചു കഴിഞ്ഞു. മലനട, ചരിത്രപ്രസിദ്ധമായ മലനട. അതൊക്കെ എനിക്ക് ഈ എഴുത്ത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ എനിക്ക് എഴുതാൻ പ്രചോദനമുള്ള ഈ മലനടകളും അങ്ങനെ സാധനം എഴുതുമ്പോഴാണ് എനിക്ക് എൻ്റെ അടുത്ത് എഴുതാൻ പറ്റുന്നത്. എനിക്കെപ്പോഴും ഈ മലബാർ സമ്പ്രദായത്തിൽ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കേട്ടിട്ടുണ്ടോ? മലബാർ സമ്പ്രദായത്തിൽ അതായത് നമ്മുടെ ഒരു പ്രാകൃത രീതി പാട്ട് എഴുതുന്നത് ഭയങ്കര ഇപ്പോഴും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതായത് ഇപ്പം എന്താണ് മറ്റത്തമ്പലത്തിൽ ഇപ്പോൾ ചെയ്ത പാട്ട്, കല്ലും നെല്ലും തിരിച്ചെല്ലാം പോറ്റിയിടുവാൻ മറ്റത്തു വാഴുന്ന പൊന്നപ്പുപ്പ, കല്ലും നെല്ലും തിരിച്ചെല്ലാം പോറ്റിയിടുവാൻ മറ്റത്തു വാഴുന്ന പൊന്നപ്പുപ്പ, നെല്ലിൽ പതിരുപോൽ എന്നല്ലീ ജീവിതം വല്ലോരും പാറ്റിക്കളഞ്ഞു പോകാം, എന്നാലും നീയല്ലേ രക്ഷയേകാൻ. അങ്ങനെ ഒരു മലബാർ സമ്പ്രദായത്തിൽ താങ്കൾ ഈ അതായത് പ്രാകൃത എഴുത്ത്, ആ എഴുത്തിന് ഇപ്പം എനിക്ക് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള എഴുത്തുകൾക്ക് വെറുതെ തട്ടിക്കൂട്ട് എഴുത്തിനോട് നമുക്ക് വലിയ താല്പര്യം പണ്ടും വല്ലപ്പോഴുമില്ല. ഒരു വിഷയം പഠിച്ചിട്ടേ എഴുതത്തുള്ളൂ, ചുമ്മാ അങ്ങനെ എഴുതത്തില്ല. മലയാളം തന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. മലയാളം തന്നെ മലവാഴിക്കുന്നേലൊരു കെട്ടിവിധാനം, മലവാഴും പെരുമാളിനു പള്ളിപ്പാന, പറകൊട്ടിപ്പാട്ടുണ്ടേ മാലകറ്റാനായി, പാഞ്ചീലത്തൂപ്പുണ്ടേ ഓതിയൊഴിക്കാനായി, മലമുകളിൽ മലനടയിൽ പള്ളിപ്പാന, മലമുകളിൽ മലനടയിൽ പള്ളിപ്പാന, മാദേവൻ പറകൊട്ടും നേരത്ത് മലമാധുപിണിയായിടുന്നു, മാദേവൻ പറകൊട്ടും നേരത്ത് മലമാധുപിണിയായിടുന്നു, ആറുമുഖം തിരുപ്ലാത്തി അടയ്ക്കാതിക്കു തിരക്കുന്നു, തൃച്ചേവടി കണ്ടു വണങ്ങാൻ മാളോരെത്തുന്നു, ആറുമുഖൻ തിരുപ്ലാത്തി അടയ്ക്കാതിക്കു തിരക്കുന്നു, തൃച്ചേവടി കണ്ടു വണങ്ങാൻ മാളോരെത്തുന്നു, മലമുകളിൽ മലനടയിൽ പള്ളിപ്പാന, മലമുകളിൽ മലനടയിൽ പള്ളിപ്പാൻ. ഇങ്ങനെ ഉള്ള എഴുത്തുകൾ എഴുതാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇത്ര അനായാസകരമായി പ്രാസാനുപ്രാസം നിലനിർത്തി എങ്ങനെ എഴുതാൻ കഴിയുന്നു? എങ്ങനെ അതിൻ്റെ ആ ഒരു പിന്നിലുള്ള രഹസ്യം എന്താ? ഇതൊരു അത്ഭുതമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. പ്രാസാനുപ്രാസം ഞാനിപ്പോൾ ഈ ദ്വിതീയ അക്ഷര പ്രാസന പ്രാസം കടകടകടാന്ന് അടിക്കും തരും. രണ്ടാമത്തെ അക്ഷരം കേൾക്കണം. പക്ഷേ ആദ്യത്തെ അക്ഷരം പ്രാസം എഴുതി നമുക്ക് ഒരു പലപ്പോഴും ഈ ഒരു ഗുമ്മ് കിട്ടത്തില്ല. പക്ഷേ ഈ രണ്ടാമത്തെ അക്ഷരം അല്ല മൂന്നാമത്തെ അക്ഷരം ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി അത് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പാട്ട് പഴയ പരമ്പരാഗതമുണ്ടല്ലോ നമ്മുടെ അനുഷ്ഠാന പടയണി, ഇതൊക്കെ എൻ്റെ ബുക്കിരിപ്പുണ്ട്. പടയണി, കുത്തിയോട്ടത്തിൻ്റെ പാട്ട് ശ്രമിച്ചു. ഇതിനകത്ത് മൊത്തം രണ്ടാമത്തെ അക്ഷരമാണ്. 2ഉം 3ഉമാണ്. ഭണി മറ്റേ എൻ്റെ പെരുത്ത ഞാൻ മുഖവരത്തിനാൽ മരം പെരുത്ത ഇത്താത്ത 3ാം കടന്നടിക്കുന്നുണ്ടല്ലോ, ഹാടകടോളയില എന്ന് മൊത്തം 2ാമത്തെ അക്ഷരത്തിലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അത് വായിച്ചാൽ അത് അങ്ങനെ ഇത് പിന്നെ ഇത് അനുഭവ സമ്പത്താണ്. വിദ്യാഭ്യാസത്തിൻ്റെ ആ മൊത്തമൊന്നുമല്ല. പിന്നെ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഇത് ശൂന്യതയിൽ നിന്നാണ്. പാട്ട് അറിയാമല്ലോ, സംഗീതവും പാട്ടും ശൂന്യതയാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നമ്മൾ മാത്രം ആ ലോകത്ത്. അപ്പോൾ നമ്മളവിടെ ആര് ഹെൽപ്പ് മീന്ന് പറയാനേ വരത്തുള്ളൂ. അപ്പം ഒരു പെട്ടെന്നൊരു സാധനം 5 മിനിറ്റ് 5-10 മിനിറ്റേ ഉള്ളൂ പാട്ട് എടുക്കുന്നുള്ളൂ. അത് പക്ഷേ ഞാൻ വിഷയം തരുന്ന വിഷയം ശ്രദ്ധിച്ച് കേൾക്കും എന്താണെന്ന് വിഷയം. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ദാരികന്റെ എന്നുള്ള കവിത ചേട്ടൻ മുട്ടയിൽ വെച്ച് എഴുതിയ 10 മിനിറ്റ് പോലും എടുത്തില്ല എന്ന് ഞാൻ ആരോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, നടനം പിന്നുണ്ട്. പെട്ടെന്ന് ദേവിയെ നോക്കിയിട്ടൊന്നും എല്ലാവരും ദേവിയുടെ കേശാധിപാതമാണ് വർണ്ണിച്ച്. ഞാൻ അംഗന്യാസങ്ങളാണ് ദേവിയുടെ പ്രത്യേകതയുള്ള അംഗങ്ങളെ കുറിച്ച് മാത്രമാണ് വർണ്ണിച്ചത്. അംഗന്യാസം ശൈലനെ മാറ്റി എഴുതിയേക്കുന്നത്. മിക്കവാറുള്ള കേശാധിപാതമൊക്കെ ആയിരിക്കും എഴുതിയേക്കുന്നത്. അതിനകത്ത് അങ്ങനെ സാധനം വരാൻ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതും സ്പീഡ് എടുത്ത് അതിലേ ചോദിച്ചു സ്പീഡ് എടുത്ത്. ഒരിക്കലും ഞാൻ ഈ സരിഗമ സ്റ്റുഡിയോ ചെന്നുകൊണ്ട് അവിടെ ഒരു മനുഷ്യനിരുന്ന് അത് ഈ ദാരികൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴാണ്. ഈ ദാരികൻ്റെ റെക്കോർഡിങ് അന്ന് കയറിയ സ്റ്റുഡിയോയിൽ, പിന്നെ ഇതുവരെ സ്റ്റുഡിയോ ഇറങ്ങിയിട്ടില്ല, ദിവസം വർക്കുകളാണ്. അപ്പോൾ ഈ അവിടുത്തെ ഒരു മനുഷ്യൻ 5 മിനിറ്റ് കൊണ്ട് കയറുന്നൊരു അത് വലിയ പാട്ട്. അന്നത്തേക്ക് നീളമുള്ള അച്ഛനും മോളുടെ പാട്ടുണ്ട്, അറിയോ? അച്ഛ അച്ഛ വഴിയേതാണ് അച്ഛ അങ്ങനെ പറഞ്ഞത്, അച്ഛ അച്ഛ നമ്മളിറങ്ങിയ ഇതൊക്കെ ഇത്രയും നീളമുള്ള സാധനങ്ങളൊക്കെ ഒരു മനുഷ്യൻ സുബീസ് പടനിലം അവിടെ കുത്തിരുന്ന് എഴുതുന്നത്. ഞാൻ എന്ത് ഇത് അത്ഭുതം. അപ്പം എനിക്കെന്താ പറ്റാത്ത ഇങ്ങനെ അങ്ങനെ ആണെങ്കിൽ. അപ്പം എന്നോട് അങ്ങനെ പരിചയപ്പെട്ടു സുബിയെ.
അപ്പോൾ ഈ SK സിനിമ ഓച്ചർ സജിയാണ്, അദ്ദേഹം SK സിനിമ എന്ന് പറഞ്ഞൊരു കാസറ്റ് കമ്പനി, പുള്ളി അവിടെ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ അവിടെ 300 പാട്ട് എഴുതി കാണും ഓച്ചറിൻ്റെ തന്നെ. അത് നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴേക്കും പുള്ളി വിളിച്ച് പറഞ്ഞ് യാത്രയിലായിരിക്കും. അപ്പം അന്നേരം അവിടെ കിടന്ന് സീട്ടുകാരോ എല്ലാം എടുത്ത് അന്നേരം എഴുതി കൊടുക്കാന്നുള്ളേ ഉള്ളൂ. എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതുക, സജിയുടെ പാട്ട് മാത്രം മതി, പുള്ളി വലിയ സാഹിത്യമൊന്നും നോക്കത്തില്ല. പക്ഷെ നമുക്കിതൊരു വാശിയാ നല്ല എഴുതുന്നത്. പക്ഷേ ഈ പല പാട്ടുകൾ അങ്ങനെ, ചില പാട്ടുകൾ ഏറ്റവും കൂടുതൽ പാട്ട് അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഈ സജിയെ വിളിച്ച് പറയും, ആദ്യം തന്നെ പുള്ളി കാസറ്റ് കവറിന് അടിക്കും, എന്നാൽ പുള്ളി തന്നെ പേരൊക്കെ ഇടും, ശങ്കരായ നമ്മ വില്ല് പത്ര നേത്ര എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ ലിസ്റ്റ് അങ്ങ് ഉണ്ടാക്കി 10 പാട്ട് എഴുതി വെച്ചിട്ട് ടൂണും നമുക്ക് അയച്ചു തരും. ഫസ്റ്റ് പേര് എന്തായാലും പുള്ളിയായിരിക്കും, ബാക്കി നമ്മൾ എഴുതിയാൽ മതി. ഫസ്റ്റ് പേരിൽ മറ്റേ ഫസ്റ്റ് വാക്ക് അതൊരു ടാസ്കാ, ബാക്കി നമ്മൾ എഴുതണ്ടേ, പുള്ളിക്ക് ഉണ്ടാകേണ്ടത്. പിന്നെ പിഴെടുത്ത് ഒരു പാട്ട് ഒരാളൊരു വിഷയം കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കും, കുറേ നേരം ആലോചിക്കുന്നത് എങ്ങനെ എഴുതും, എങ്ങനെ എഴുതും. അതിലും ഏത് പാട്ടായാലും ഐതിഹ്യം പഠിക്കാതെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ശ്രദ്ധിച്ചവർക്ക് എന്തൊക്കെ വേണം, അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഞാൻ എഴുത്തുകാരനായിട്ട് ഇരിക്കുമ്പോൾ സ്വന്തമല്ല, അല്ലാതെ എഴുത്തുകാരൻ ഞാൻ ജോലിക്കാരനായിട്ടാണ് അങ്ങനെ. അവർക്ക് എന്ത് വേണം, മ്യൂസിക് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് വേണമെന്ന് ഇരിക്കുന്നത്, അല്ല എൻ്റെ കഴിവ് തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ആളുണ്ട്. ഈ എഴുത്തിന് പൈസ അല്ല, ഇപ്പോഴും ഇല്ല, എഴുത്തുകാർ പൈസ, എഴുത്തുകാരാ പ്രൊഡ്യൂസർമാർ, മ്യൂസിക്കിനും പാട്ടുകാർക്കുള്ള പൈസ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എഴുത്ത് കാത്തു വെച്ച് എങ്കിലും ചില സമയത്ത് ചില സാധനങ്ങളൊക്കെ മനസ്സിൽ വരുമ്പോഴും എഴുതും. ആ സജിയുടെ കൂടെ നടന്നാണ് അവിടെ ഓച്ചല വർക്ക് എഴുതിയാണ് ഈ സുബീസ് നടന്നതിൻ്റെ ഇത് കണ്ടാണ് നമ്മളിങ്ങനെ സ്പീഡ് എഴുതി. അങ്ങനെ എഴുതാൻ കണ്ടിട്ടില്ല സ്പീഡിലിരുന്ന് ഒരു വാക്കിന് പോലും ഒത്തിരി കിടന്ന് കിടന്ന് വെള്ളം കുടിക്കുന്നതാണ് പാടാൻ പറ്റാവരുമ്പോഴേ. നമ്മളങ്ങോട്ട് പറയുമ്പോൾ പാട്ട് തന്നെ മാറ്റും. അല്ല പലപ്പോഴും ഈ എഴുതി വെച്ചാൽ ഞാൻ മറന്നു പോകും. പല പാട്ട് എഴുതിയിട്ട് അവിടെ ചെല്ലുമ്പോൾ നോക്കി സാധനം കാണത്തില്ല, പിന്നെ അവിടെ നിന്ന് വീണ്ടും ആ സാധനം അന്നേരം മറന്നു പോകും. അപ്പോൾ ഓച്ചിറ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് പാട്ടുകൾ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതിൽ സോപാന സംഗീതത്തിൽ ചെയ്ത പാട്ട് അതൊന്ന് പാടാവും. പിന്നെന്താ ഈ പാട്ട് എഴുതി സംഗീതം ചെയ്തത് ഞാനാണ്. അത് പാടിയിരിക്കുന്നതെന്ന് പറയില്ലേ, ചുവന്നയുടെ ഹരികുമാറാണ്. ഞാൻ രണ്ടോടെ അദ്ദേഹത്തിന് പിൻപാട്ടുകാരനായിട്ട് ഞാനുണ്ട്. അപ്പോൾ ആ പാട്ട് ഇങ്ങനെ ശിവനേ പരമേശ്വരനേ നീ തുണയേ ഗണമീശ്വരനേ ഹരനേ ഭയനാശകനേ എൻ ശ്രീയെഴുമോച്ചിറവാസിതനേ. ശിവനേ പരമേശ്വരനേ നീ തുണയേ ഗണമീശ്വരനേ ഹരനേ ഭയനാശകനേ എൻ ശ്രീയെഴുമോച്ചിറവാസിതനേ. ശിവനേ പരമേശ്വരനേ നീ തുണയേ ഗണമീശ്വരനേ ഹരനേ ഭയനാശകനേ എൻ ശ്രീയെഴുമോച്ചിറവാസിതനേ ഹരനേ ഭയനാശകനേ എൻ ശ്രീയെഴുമോച്ചിറവാസിതനേ. ബാബുചേട്ടാ 2000-ൽ പരം അതിൽ കൂടുതൽ ഗാനങ്ങൾ എഴുതുകയും ഈ പറഞ്ഞതുപോലെ പ്രശസ്തരായ ആൾക്കാരെ കൊണ്ട് പാടിപ്പിച്ചു, സിനിമയിൽ ഇത്രയും ഗാനങ്ങൾ ചെയ്തു. പക്ഷേ അർഹിക്കുന്ന പ്രതിഫലം ബാബുചേട്ടന് കിട്ടുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് ബാബുചേട്ടന് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല, ഇത് ഞാൻ എപ്പോഴും ആ പ്രോജക്റ്റിനാണ് പ്രാധാന്യം, പൈസ അല്ല. ഇത് ഈ അൻവർ സാദത്താണ് പാട്ടുകാരൻ, പുള്ളി എന്നോട് പറഞ്ഞു, ബാബുചേട്ടാ പൈസ നോക്കി നിങ്ങൾ എന്നെ വിളിക്കാതിരിക്കരുത്, പൈസ ഇല്ലെന്ന് ബാബുചേട്ടൻ പറഞ്ഞാൽ എൻ്റെ പാട്ട് പാടാൻ വലിയ ഇഷ്ടമാണ്, അത് പാടിത്തരാമെന്ന് പറഞ്ഞു. ഞാനിത് തന്നെ സാമ്പത്തികമല്ലായിരുന്നു, എനിക്ക് പറഞ്ഞില്ലോ ഒരു ലക്ഷ്യം അവിടെ എത്തിച്ചേരുന്നുള്ള ലക്ഷ്യമുണ്ട്. അങ്ങനെ ഇറങ്ങി അങ്ങനെ ഒത്തിരി സമ്പത്തായിട്ട് നഷ്ടമുണ്ട്. ചില പ്രൊഡ്യൂസർമാരൊക്കെ കാല് മാറിയിട്ടുണ്ട്, എന്നാൽ മാനായിട്ട് തരുന്നവരുമുണ്ട്. പക്ഷേ ഈ എഴുത്തുകാർക്ക് പൈസ എപ്പോഴും കുറവാണ്. നമ്മളെ കൊണ്ട് നമ്മുടെ എഴുത്ത് കൊണ്ടുപോകുന്നില്ല, അവർ പൈസ തരത്തില്ല. ഈ സാധാരണ എഴുത്തിൻ്റെ എല്ലാം പ്രൊഡ്യൂസർമാർ എഴുത്തുകാരനായിരിക്കും. ഈ ഇറങ്ങുന്ന പാട്ടിന് മൊത്തം പ്രൊഡ്യൂസർമാർ. അത് എനിക്ക് വരെ നോക്കാൻ പറ്റത്തില്ല. അവർ ഇവിടെ നിന്ന് എനിക്ക് ചിലപ്പം പലിശയ്ക്ക് എടുത്തായിരിക്കും കൊണ്ടുവരുന്നത്. നമ്മളെ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ പൈസ അതിനകത്ത് കുറച്ചിട്ടായിരിക്കും പല വർക്കും ചെയ്ത് കൊടുക്കുന്നത്. പെട്രോളിന് ചില എൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോകുന്നത്, നമ്മുടെ പൈസ എടുക്കത്തില്ല. നമുക്കറിയാം, ഞാൻ എഴുത്ത് മേഖലയിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്കറിയാം ഇവരുടെ ഒരു ആഗ്രഹം എൻ്റെ സൃഷ്ടി പുറത്ത് കാണണം എന്നുള്ളത്. അങ്ങനെ എത്ര ആൾക്കാർ പലിശയ്ക്ക് പൈസ എടുത്ത് ചെയ്തിട്ടുണ്ട് പാട്ടുകൾ. പിന്നെ താലിമാല പണയം വെച്ചിട്ട് പാട്ട് ചെയ്തവരുണ്ട്, എനിക്കറിയാവുന്ന ഇതൊക്കെ. നമുക്ക് അതുകൊണ്ട് എഴുത്തുകാരെ കുറിച്ച് അറിയാം. ഞാൻ മിക്ക എഴുത്തുകാരും നിരുത്സാഹപ്പെടുത്തുന്നത് ഈ മേഖലയിലോട്ട് വരുമ്പോൾ. പുതിയ തലമുറയിലെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്തുവാ? എഴുത്തിനെ അല്ല, അവർ കയ്യിൽ നിന്നെടുത്ത് പൈസ എടുത്ത് വർക്ക് ചെയ്യുന്നതോട് എനിക്ക് അനുഭവ സമ്പത്തനാണ്. എനിക്കുണ്ടായ 10 പേർക്കാർക്കും ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരു നല്ലൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തി ചെയ്യുന്നതായിരിക്കും നല്ലത്. കയ്യിൽ നിന്ന് പൈസ എടുത്ത് കാര്യമില്ല ചേട്ടാ. നമ്മളെ എങ്ങനെ എത്തപ്പെടത്തില്ല, ചില 1-2 പാട്ട് നമ്മളെങ്ങനെ എത്തപ്പെടത്തില്ല. അല്ല, അത്രയ്ക്ക് ഡെഡിക്കേഷൻ വേണം. ഇന്ന് സഹിക്കാൻ
കാരണം നമുക്ക് ഒത്തിരി പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. ആ ഒരു പാട്ടൊക്കെ എഴുതുമ്പോൾ എല്ലാം സൂപ്പറാന്ന് പറയും. പക്ഷെ അങ്ങോട്ട് നമ്മുടെ വളർച്ച കാണുമ്പോൾ പല ആൾക്കാരും ചിലർക്ക് സൂചിക്കത്തില്ല. എന്നെ അറിയാവോ? കാണുന്നത് സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ബാബുചേട്ടനെ പോലെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യം. അതിനെക്കാട്ടിൽ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബുചേട്ടൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചക്കോള്ളി സ്റ്റുഡിയോയിൽ വെച്ച്. നമ്മുടെ മനോജ് വള്ളുകുന്നം സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഞാൻ പാടിയത്. പിന്നെ നമ്മുടെ പടയണിവട്ടം ക്ഷേത്രത്തിന് വേണ്ടി പാട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പാടിയത്. അപ്പം അന്ന് എനിക്ക് സ്റ്റുഡിയോയിലോട്ട് അങ്ങോട്ട് അപ്പോൾ സ്റ്റുഡിയോയിൽ കയറുന്നതിന്റെ ആ ഒരു പരിഭ്രമം ഒക്കെ ആ ഒരു തോടു കൂടിയാണ് ഞാൻ പാട്ട് ഓർമ്മയുണ്ട് എനിക്ക്. അതിങ്ങനെയാണ്: महिषासुरमदने माया मोहनरूपिणिये നീ മനതാരിൽ വന്നു വിളങ്ങുക മംഗളകാരിണിയേ. महिषासुरमदने माया മോഹനരൂപിണിയേ നീ മനതാരിൽ വന്നു വിളങ്ങുക മംഗളകാരിണിയേ. പടണിവട്ടം വാണരുളീടും പങ്കജലോചനയേ പതിത ജലാശ്രിത വത്സലയേ ത്രയദാശിനി ദേവിയേ ഭാർഗവിയേ ശരണം. महिषासुरमदने മായ മോഹനരൂപിണിയേ നീ മനതാരിൽ വന്നു വിളങ്ങുക മംഗളകാരിണിയേ. ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ ഈ പാട്ട് ചെയ്ത്. ഇപ്പോഴും തൊട്ട് ചെയ്യാൻ പോവുക. എന്തായാലും ഇനി ഞാനിപ്പോൾ അനുശ്വരി ഓഡീസിന് വേണ്ടി ഒരു 1000 പാട്ടിന് തീരുമെന്നും പറഞ്ഞ് 1000 പാട്ടാണ് ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കുറച്ചായി. അപ്പം എന്തായാലും ഇനിയും നമുക്ക് പാട്ട് പാടാം. അപ്പോൾ എനിക്ക് ഇതുപോലെ ഞാൻ പൈസയുടെ കാര്യം പറഞ്ഞല്ലോ. ഒരു കാർത്തിക് സാറുണ്ട്. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പൈസ തരുന്ന ആളാണ്. അങ്ങോട്ട് ചോദിക്കണ്ട പൈസേട്ടാ എന്തായാലും ആവശ്യമുണ്ടോ ഞാനൊന്നും പറഞ്ഞു. പക്ഷേ പുള്ളി ചില പൈസ ഇട്ടിട്ടായിരിക്കും വിളിക്കുന്നത്. അതുപോലെ വർക്ക് ചെയ്യുന്ന മാന്യമായിട്ട് കാർത്തിക് സാർ തരാറുണ്ട്. വർക്ക് ചെയ്യുമ്പോൾ വളരെ രസമായിട്ട് അദ്ദേഹം എഴുതുന്നതായിട്ട് നല്ല കരുതലാണ് പുള്ളിയുടെ. ഞാൻ പറയും ഇപ്പോൾ ഞാനറിയാതെ ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ ഞാനറിയാതെ 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 ഞാനറിയാതൊരു സ്നേഹത്തിൻ നിഴലായി കാതോർത്തിരുന്നൊരൻ കൂട്ടുകാരി നീയൻ കനവിൽ കവിതകൾ ചൊല്ലുമ്പോൾ ഞാൻ ഉണരാത്ത മയക്കത്തിലാണ്ടുപോയി ഞാനറിയാതെ ഞാനറിയാതെ. ഗാനം കാമുകി പ്രണയം പറഞ്ഞപ്പോഴത്തേക്ക് കാമുകൻ മരിച്ചു അറിയാത്ത മയക്കത്തിലാണ്ടുപോയി. അങ്ങനെ ഒരു നല്ല രസമുള്ളൊരു കവിത. അങ്ങനെ കുറേ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. പിന്നെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നത് ഈ എല്ലാ വർക്കിനായാലും എൻ്റെ അനിയനാണെങ്കിലും പക്ഷേ എൻ്റെ ചേട്ടന് സ്ഥാനത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. എൻ്റെ കാട്ടെ ഒരു വയസ്സ് ആളാണെന്നാണ് തോന്നുന്നത്. പുള്ളി ചേട്ടനെ ഇവിടെ എന്നെ ഉപദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് കണ്ണൻ രവീസ്. എല്ലാവർക്കും എന്നോട് ചോദിച്ചിട്ട് പോലും എന്തിനാണ് ചേട്ടാ ഇതിൻ്റെ കളയണേ പൈസ എടുത്ത് ചെയ്യണോ ചേട്ടൻ ഇത്ര ആത്മാർത്ഥത കാണിക്കണമെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഒരെടുത്ത് വന്ന സംഗീതം എന്തായാലും കണ്ണൻ എൻ്റെ പേര് ആദ്യം ചേട്ടനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. നമ്മുടെ കൂടെ നിന്നിട്ട് ഇങ്ങോട്ട് കട്ടയ്ക്ക് നിന്നിട്ടോ. നല്ല മനുഷ്യൻ. എല്ലാ വർക്കുകളും പൈസ ഇല്ലാതെ എത്ര വർക്കിന് പൈസ കൊടുക്കാൻ അവിടെ ചെയ്തിട്ടുണ്ടെന്നറിയോ. ഇത് അദ്ദേഹത്തിന് അറിയാം. ചിലർ നമ്മളെ പറ്റി പൈസ തരാതിരിക്കുന്ന അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കൂടെ നിൽക്കാറുണ്ട്. അപ്പോൾ ഇത്രയും നേരം ജാലകം ടി വിക്ക് വേണ്ടി തൻ്റെ ജീവിതാനുഭവങ്ങളെ എല്ലാം തുറന്നു പറഞ്ഞ സോപാന സംഗീതജ്ഞൻ ബാബുചേട്ടനോടും ജാലകം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന ജാലകം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, കാരിരുൾ സമമായ നിൻ തിരുവാർമുടി കൈ തൊഴാം. ദാരികൻ